ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. പിന്നെ അവനെ പോലുള്ള ഒരുത്തന്റെ സഹായം വേണോ നിനക്ക്? എന്റെ കാര്യങ്ങളിലും എന്റെ തീരുമാനങ്ങളിലും മറ്റൊരാൾ ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാന്ന് അറിയാലോ. ഞാൻ ആരോടൊപ്പം ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ക്ലാസ് ഒന്ന് നിർത്തിക്കേ. ആ ഡോക്യുമെന്റ്സ് ഒക്കെ എടുത്ത് സാറിന്റെ അടുത്തേക്കല്ലേ? ഓക്കെ സാർ. ഞാനിപ്പോ വരാം. സാർ, ഇതാരും മഹേഷോ? സാർ. അല്ല, ഇതെന്താ RC ബുക്കോ? അല്ല, ആ സാർ എടുത്തിട്ട് വരാൻ പറഞ്ഞു. ആ, അത് ആളറിയാതെ പറഞ്ഞതാ. പുതിയ പോസ്റ്റിംഗാ. രമ മാഡത്തിന്റെ മകനായത്. എന്താ വേണ്ടത്? മാസ്ക് വേണമായിരുന്നു. മഹേഷ് എന്നാ പൊയ്ക്കോ. താങ്ക് യു സാർ. ആ, അമ്മ അന്വേഷിച്ചതായിട്ട് പറഞ്ഞേക്കണേ. ആ, പറയാം സാർ. മഹേഷ്, മറ്റൊരു കാര്യം പറയാനാ ഞാൻ പുറകെ വന്നത്. ഞാനൊരു ട്രാൻസ്ഫറിന്റെ കാര്യം മാഡത്തിനോട് പറഞ്ഞിരുന്നു. അതൊന്ന് ശരിയാക്കാൻ പറയണേ. പറഞ്ഞേക്കാം സാർ. ഈശ്വര, എന്റെ അമ്മ. വീട്ടിലുള്ളവരാണ് സാർ. രമേ, എനിക്ക് നിന്നോടൊരു കാര്യം പറയാനുണ്ട്. പറഞ്ഞോളൂ. ആ നരേന്ദ്രനെ എന്തിനാ നീ ഇടയ്ക്കിടയ്ക്ക് ഇവിടേക്ക് വിളിച്ചു വരുത്തുന്നത്? ഈ വീട്ടിൽ കയറി വന്ന് ഇവിടെയുള്ളവരെയൊക്കെ പരിഹസിക്കുന്ന വർത്തമാനം പറയാനും ഇവിടെ ഉള്ളവരെ ചെറുതായി കാണാനുള്ള അവസരം നീയായിട്ട് എന്തിനാ ഉണ്ടാക്കി കൊടുക്കുന്നത്? നിനക്കൊറ്റയ്ക്ക് ബിസിനസ് ചെയ്യാനും അത് മാർക്കറ്റ് ചെയ്യാനും അറിയാലോ. പിന്നെ അവനെ പോലുള്ള ഒരുത്തന്റെ സഹായം വേണോ നിനക്ക്? എന്റെ കാര്യങ്ങളിലും എന്റെ തീരുമാനങ്ങളിലും മറ്റൊരാൾ ഇടപെടുന്നത് എനിക്ക് തീരെ ഇഷ്ടമില്ലാന്ന് അറിയാലോ. ഞാൻ ആരോടൊപ്പം ബിസിനസ് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. തൽക്കാലത്തേക്ക് നരേനെ ഒഴിവാക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ ഇളയ മകനേക്കാളും ഭർത്താവിനേക്കാളും നരേനെ കൊണ്ട് എനിക്ക് ഗുണമേ ഉള്ളൂ. ഓക്കെ മഹേഷ്, രമ മാഡത്തിനോട് പറഞ്ഞേക്കണേ. ശരി സാർ.
അയാളിത് എവിടെ ഇറങ്ങിപ്പോയി? താൻ ഇതിനിടയ്ക്ക് ഇറങ്ങി അവിടെ പോയതാ? ഞാൻ ദേ കടവരെ ഒന്ന് പോയതാ. എന്തിന്? ഒരു അത്യാവശ്യം ഉണ്ടായിരുന്നു. എന്തത്യാവശ്യം? അല്ല, അഥവാ അങ്ങനെ പോണെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് പോയിക്കൂടെ? അതിന് താൻ ആ പോലീസുകാരനോട് സംസാരിക്കുമല്ലായിരുന്നോ? ഞാൻ അതിനിടയ്ക്ക് ഇടിച്ചു കയറി സംസാരിക്കാൻ പറഞ്ഞോ? താൻ കൂടുതൽ ആലോചിക്കാതെ വണ്ടി എടുക്ക്. ഇനിയെങ്കിലും ഇവിടുന്ന് പോ. അങ്ങനെ തന്റെ ഇഷ്ടത്തിന് പോകാൻ പറ്റത്തില്ലെങ്കിലോ? എന്തെങ്കിലും കാണിച്ചിട്ട് ഓർഡർ ഇടുന്നോ? തന്നോട് ഞാൻ പറഞ്ഞോ ഞാനും അമ്മ മാർക്കറ്റിൽ പോകുന്നതിന്റെ പുറകെ വരാൻ? താനല്ലേ വലിയ കാര്യത്തിൽ വന്നത്. ഞങ്ങൾ അങ്ങ് വരുമായിരുന്നല്ലോ. ഒരു ഡ്രൈവറോട് എങ്ങനെ പെരുമാറണമെന്നൊക്കെ എനിക്കറിയാം. ഓർഡർ എങ്കിൽ ഓർഡർ. അങ്ങനെ തന്നെ താൻ കരുതിക്കോ. താൻ വണ്ടി എടുക്കടോ. താങ്ക്സ്. എന്തിന്? ആദ്യം താൻ കൈതാടോ. അതാലോചിക്കാം. താനിപ്പ എന്നോട് പറയേണ്ടത് താങ്ക്സ് അല്ല, സോറിയാ. അത്രയും നേരം താൻ എന്നെ വിളിച്ചു വരി പറഞ്ഞില്ലേ? ഞാൻ താങ്ക്സ് പറഞ്ഞത് വേറൊരു കാര്യത്തിന്. സോറി ഒന്നും പറയാൻ എന്നെ കിട്ടില്ല. ഹോ, തനിക്ക് കൈ തരാൻ പറ്റോ ഇല്ലയോ? ഇനി ഞാൻ കൂടുതൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഒരു ഷേക്കാനല്ല എനിക്ക് വേണ്ടത്. തന്നേക്കാം.